നമസ്കാരം. ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് അയാൾക്ക് ഒരു സൊസൈറ്റിയിൽ സ്ഥാനം നൽകുന്നത്. അത് ഓഫീസിലായാലും ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവർ അവർ മികച്ചു നിൽക്കും. എന്നാൽ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്നവരും അസൂയയോട് നോക്കുന്നവരും മറ്റുള്ളവരെ ഉയർച്ചയെ താഴ്ത്തി കാണിക്കാൻ എന്തൊക്കെ ചെയ്യുന്നവരുമായിട്ടുള്ള ജനങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന അസൂയ, അമർഷം, അതൊക്കെ എന്തൊക്കെ പറഞ്ഞ് മൂടി വച്ചാലും എത്രയൊക്കെ പൊട്ടിച്ചിരിച്ചാലും അതൊരിക്കൽ പുറത്തു വരും. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടു കൂടി മാത്രം പെരുമാറുക. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും മെഡിറ്റേഷനിലൂടെയും പിന്നെ കൂടുതൽ ഓവർ തിങ്കിങ് ഒന്നുമില്ലാതെയും. കുറേ സമയം നിങ്ങൾ സ്വന്തമായിട്ട് ആത്മവിശകലനം ചെയ്തും നിങ്ങളുടെ തെറ്റുകളും ശരികളും തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുള്ള പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളും നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളിനെ ലോകം അംഗീകരിക്കും. ഒരു വീഴ്ച വന്നാൽ അത് തനിക്ക് കൂടെ പങ്കുള്ളതാണെങ്കിൽ അത് എൻ്റെയും കൂടെ വീഴ്ചയാണെന്ന് സമ്മതിച്ചു കൊടുക്കുക. അല്ലാതെ മറ്റൊരാളിനെ കുറ്റം പറയാനല്ല നമ്മളവിടെ നോക്കേണ്ടത്. മാത്രമല്ല, ഒരു സമൂഹത്തിൽ നമ്മൾ ചെന്ന് പോകുമ്പോൾ, അതായത് ചെറിയ ഒരു ഓഫീസാവാം, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ആവാം, ഹോസ്പിറ്റലാവാം, എവിടെയായാലും ഈ പോസിറ്റിവിറ്റി നമ്മളിൽ നിന്നും എമിനേറ്റ് ചെയ്യണം, ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടാനും നിങ്ങളെ അപ്രോച്ച് ചെയ്യാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനും താല്പര്യം കാണിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാത്തിനും വലുത് നിങ്ങളുടെ സൗന്ദര്യമല്ല, ആറ്റിറ്റ്യൂഡാണ്.